ഡാൻ കുര്യനിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ഡാൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയിൽ നിന്ന് എടുക്കുന്നവർക്കൊക്കെ സമ്മാനം കിട്ടുക എന്ന് പറയുന്ന ഒരു മാജിക് ഉണ്ട്. ആ മാജിക്കാണ് ഇപ്പോഴും ഇത്തവണയും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരംകാരെ സംബന്ധിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തി ടിക്കറ്റ് വാങ്ങുന്ന ഒരു ലോട്ടറി കട തന്നെയായിരിക്കും അല്ലേ അത്? അതായത് ഈ ഭഗവതി ഏജൻസി ഒരിടത്ത് മാത്രമല്ല, അവർക്ക് പല ബ്രാഞ്ചുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഇതിനു മുമ്പും തുടർച്ചയായി ഭാഗ്യം കടാക്ഷിച്ച് ഈ ഭഗവതി ഏജൻസിയിൽ നിന്ന് വിറ്റുപോയ ടിക്കറ്റുകൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഡിമാൻഡ് ഏറിയ പശ്ചാത്തലത്തിലാണ് അവർ ബ്രാഞ്ചുകൾ മറ്റ് സ്ഥലങ്ങളിൽ തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അത് പൂർത്തിയായിരിക്കുന്നു, അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം പുതുതായി തുടങ്ങിയ ഒരു ബ്രാഞ്ചിൽ സമാനമായ തരത്തിൽ ഒന്നാം സമ്മാനമായി 25 കോടി രൂപ അടിക്കുമ്പോൾ തീർച്ചയായും അടുത്ത തവണ ഭാഗ്യം പരീക്ഷിച്ച് ടിക്കറ്റ് എടുക്കുന്നവർ ഭഗവതി ഏജൻസിയെ തേടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെ ടിക്കറ്റുകൾക്ക് ഡിമാൻഡ് കൂടും. ആ ഒരു വലിയ തന്ത്രം കൂടിയാണ് അവിടെ വിജയിക്കുന്നത്. കാരണം അത് കൃത്യമായി അവരുടെ ഒരു രസതന്ത്രമാണ്, ഒരു കെമിസ്ട്രിയാണ്. അത് അവിടെ കൃത്യമായി വിജയിച്ചിരിക്കുന്നു. കാരണം ഇതിനു മുമ്പും സമാനമായി പലതരത്തിൽ ഈ ഭഗവതി ഏജൻസിയിൽ നിന്ന് വിറ്റുപോയ ടിക്കറ്റുകൾക്ക് വലിയ തുകകൾ സമ്മാനമായി ലഭിക്കുന്നത് കേരളം കണ്ടിട്ടുള്ളതാണ്. ഈ ഭാഗ്യാന്വേഷകർ അത് കൃത്യമായി തന്നെ അറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തേടിപ്പോയി അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ തേടി വന്ന് ടിക്കറ്റ് എടുത്ത ആരെയോ ഇത്തവണ ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നത് ആരാണ് എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. വൈകാതെ ആ കാത്തിരിപ്പിന് വിരാമമാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ 21 കോടീശ്വരന്മാരെ 25 കോടി രൂപ വീതം 25 കോടി രൂപ ഒന്നാം സമ്മാനമായും 1 കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനമായി ലഭിച്ച അങ്ങനെ ആകെ 21 കോടീശ്വരന്മാരെ ഒരു മണിക്കൂർ കൊണ്ട് സൃഷ്ടിച്ചാണ് കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലോട്ടറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. യെസ്, തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു 15 പേർക്കാണെന്ന്. അതൊരു മിസ്റ്റേക്കാണ്, എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. 20 പേർക്കാണ് 1 കോടി രൂപ വീതം ലഭിച്ചിട്ടുള്ളത്. ബാക്കി 5 നമ്പർ കൂടി ഞാനൊന്ന് പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയാം. TL701213 എന്ന നമ്പറാണ്. മറ്റൊരു നമ്പർ TL600657 എന്ന നമ്പറാണ്. മറ്റൊരു നമ്പർ TG801966 എന്ന നമ്പറാണ്. മറ്റൊരു നമ്പർ TG733332 എന്ന നമ്പറാണ്. ഏറ്റവും അവസാനത്തെ നമ്പർ 20ാമത്തെ നമ്പർ TJ385619 എന്ന നമ്പറാണ്. അങ്ങനെ 20 പേർക്കാണ് 1 കോടി രൂപയുടെ രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 25 കോടി രൂപ ലഭിച്ച ഒരാൾ, അങ്ങനെ മൊത്തം 21 കോടീശ്വരന്മാരെയാണ് എന്തായാലും തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ആ 25 കോടി രൂപയുടെ ഭാഗ്യ സമ്മാനം ലഭിച്ച ആ ഭാഗ്യശാലി ആരാണ് എന്നുള്ളത് കേരളം ഇങ്ങനെ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ്, കാണാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നെട്ടൂരിലെ സബ് ഏജന്റ് ആയിട്ടുള്ള ലതീഷ് വിറ്റ ടിക്കറ്റിനാണ് 25 കോടി രൂപയുടെ അഭാഗ്യ സമ്മാനം അടിച്ചിട്ടുള്ളത്. അപ്പോൾ ലതീഷിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആർക്കായിരിക്കും ഈ ഭാഗ്യ സമ്മാനം ലഭിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു സൂചന ലഭിക്കും. എറണാകുളം ജില്ലയിലുള്ള ആളാണോ പുറത്തുള്ള ആളാണോ എന്നതിനെക്കുറിച്ചെങ്കിലും നമുക്കൊരു സൂചന കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ലതീഷിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്തായാലും ആ ഭാഗ്യശാലിയെ തേടി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ്റിങ്ങൽ ഭഗവതി ഏജൻസി വഴി അവരുടെ ഒരു നെട്ടൂരിലെ ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടുപോയ ടിക്കറ്റിലെ ഒരു ടിക്കറ്റ് അവിടെ നിന്ന് സബ് ഏജന്റ് ലതീഷ് വാങ്ങുകയായിരുന്നു. ആ ടിക്കറ്റിനാണ് 25 കോടി രൂപ ഭാഗ്യ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ലതീഷിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലതീഷിന് കഴിഞ്ഞ തവണയും 1 കോടി രൂപ ലതീഷ് വിറ്റ ഒരു ടിക്കറ്റിന് ലഭിക്കുകയുണ്ടായി. അത്തരത്തിൽ ലതീഷിനും ഇത് ഇരട്ടി മധുരത്തിന്റെ ഒരു നിമിഷം തന്നെയാണ്. അപ്പോൾ ലതീഷിനെ കണ്ടെത്തുക അല്ലെങ്കിൽ ലതീഷിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള ദൗത്യം. നേരത്തെ നമ്മൾ ഭഗവതി ഏജൻസിയിൽ പോയിരുന്നു, ഔട്ട്ലെറ്റിൽ പോയിരുന്നു നെട്ടൂരിലെ. അവിടെ നിന്ന് ആജ്ഞ അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ചു, അതിന്റെ മാനേജറോടൊക്കെ സംസാരിച്ചു. അപ്പോൾ ലതീഷ് വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ലതീഷിലേക്ക് എത്തണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലതീഷിനാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഊഹമുള്ളത്, ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ളത്. എന്തായാലും പാലക്കാട് സീരീസിലുള്ള ടിക്കറ്റിനാണ്
25 കോടി എന്ന് പറയുന്ന ആ ഒരു വലിയ സമ്മാന തുക ലഭിച്ചിട്ടുള്ളത് TH577825. ഒന്നുകൂടെ പറയാം, TH577825 എന്നതാണ് ആ ഭാഗ്യ നമ്പർ. അപ്പോൾ ആ ഭാഗ്യ നമ്പർ കയ്യിലുള്ള ആ ഭാഗ്യശാലിയെ തേടി നടക്കുകയാണ് ഇപ്പോൾ കേരളം. വളരെ ആകാംക്ഷയോടെ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് ആ ഭാഗ്യവാൻ ആരാണ് എന്നുള്ളത്. ആദ്യം തുടക്കത്തിൽ ഈ ഒരു ടിക്കറ്റിന്റെ അനൗൺസ്മെന്റ്, ടിക്കറ്റ് നമ്പർ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പാലക്കാട് സീരീസിൽ വിറ്റ ടിക്കറ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാണോ ഇത് അടിച്ചിട്ടുള്ളത്, അതോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ടിക്കറ്റ് വാങ്ങിപ്പോയ ഏതെങ്കിലും ഒരു ഭാഗ്യശാലിക്കാണോ ഈ ടിക്കറ്റ് അടിച്ചിട്ടുണ്ടാവുക എന്നുള്ള ആകാംക്ഷയുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് ഈ ടിക്കറ്റ് ആറ്റിങ്ങലിലുള്ള ഭഗവതി ഏജൻസിയാണ് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത്, അവിടുത്തെ പാലക്കാട് ഓഫീസിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്തായിരിക്കുമോ ആ ഭാഗ്യശാലി എന്നുള്ള ആകാംക്ഷ ഉയർന്നു, ചർച്ചകൾ ഉയർന്നു, അത്തരത്തിൽ വാർത്തകൾ വന്നു. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് ആ ടിക്കറ്റ് വിറ്റത് നെട്ടൂരിലാണ് എന്നുള്ള വിവരം അറിയുന്നത്. അത്തരത്തിൽ വളരെ ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനിയിപ്പോൾ നെട്ടൂരിലുള്ള ആൾക്ക് തന്നെ ആയിരിക്കുമോ ആ ഒന്നാം സമ്മാനം അടിച്ചിട്ടുണ്ടാവുക എന്നുള്ള ആകാംക്ഷയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇനി ഒരുപക്ഷെ മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് ആ ഭാഗ്യശാലിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഡാൻ കുര്യനിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. ഡാൻ, മറ്റുള്ള സമ്മാന തുകകൾ കൂടി, ആ പ്രോത്സാഹന തുകകൾ അടക്കമുള്ള ഈ നറുക്കെടുപ്പിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് കടക്കാം. അതായത് എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് 25 കോടിയുടെ ഒന്നാം സമ്മാനം, 20 പേർക്ക് 1 കോടി രൂപ വീതം രണ്ടാം സമ്മാനം, 50 ലക്ഷം രൂപ വീതം 20 പേർക്ക് മൂന്നാം സമ്മാനം, നാലാം സമ്മാനമായി പ്രോത്സാഹന സമ്മാനമാണ് 5 ലക്ഷം രൂപ വീതമാണ്. അത് എത്ര പേർക്കാണ് എന്ന് എനിക്ക് വ്യക്തതയില്ല. ഏതായാലും അത് നാലാം സമ്മാനം 5 ലക്ഷം രൂപ വീതമാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക്, അതായത് ഒരാൾക്ക് മാത്രമല്ല, ഒരു ഭാഗ്യവാനെ മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ലക്ഷാധിപതികളും കോടിപതികളുമാക്കുന്ന ഒരു നറുക്കെടുപ്പാണ് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ്. ആ നറുക്കെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഈ ടിക്കറ്റ് വിൽപ്പനയിലെ റെക്കോർഡ് തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കാരണം കഴിഞ്ഞ തവണ 71 ലക്ഷം ടിക്കറ്റുകളാണ് ആകെ വിറ്റുപോയതെങ്കിൽ അത് ഇത്തവണ 75 ലക്ഷത്തിന് ഒരു ടിക്കറ്റിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയധികം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തികമായ വരുമാനം ചെറുതല്ല. അത് അതിന്റെ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരായ ആളുകളിലേക്ക് തന്നെ തിരികെ എത്തുകയാണ് എന്ന പ്രതീക്ഷ കൂടി ധനമന്ത്രി അല്പസമയം മുമ്പ് പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ വെച്ച് തന്നെയാണ് പൂജാ ബമ്പറിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിന്റെ ഭാഗ്യ പദ്ധതി തിരുവോണം ബമ്പർ നറുക്കെടുപ്പിനെ കേരളം ഏറ്റെടുത്തിരിക്കുന്നു. മലയാളികൾ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭാഗ്യാന്വേഷികൾ കൂടി ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ടിക്കറ്റ് വിൽപ്പനയിലൂടെ അടക്കം പുറത്തു വന്നിരിക്കുന്നത്. യെസ്, തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് ഇത്തവണയും നടന്നത്. അപ്പോൾ തുടക്കത്തിൽ ഒരു വലിയ മന്ദത ഈ ടിക്കറ്റ് വിൽപ്പനയിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉണ്ടായിരുന്നു. വിറ്റ് പോകാത്ത ടിക്കറ്റുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ ചരക്ക് സേവന നികുതിയുടെ മാറ്റവുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായ കനത്ത മഴയിലും ഒക്കെയാണ് ഈ ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റുപോകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ നറുക്കെടുപ്പ് തീയതി ഒന്ന് മാറ്റിവെച്ച് കുറച്ചുകൂടി സമയം ആളുകൾക്ക് ഈ ടിക്കറ്റ് വാങ്ങുവാൻ വേണ്ടി സർക്കാർ അനുവദിച്ചത്. അതിന് പിന്നാലെ വൻ റെക്കോർഡ് വിൽപ്പന തന്നെയാണ് നടന്നത്. 75 ലക്ഷം, ക്ഷമിക്കണം, അതെ, 500 രൂപയുടെ 75 ലക്ഷം ടിക്കറ്റുകളാണ് വിപണിയിലേക്ക്, ഈ ലോട്ടറി വിപണിയിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിച്ചത്. ആ ടിക്കറ്റുകളെല്ലാം വിറ്റുപോയി. റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, എവിടെയാണ് ആജ്ഞ ഉള്ളത്? ആര്യ, നമ്മൾ ലതീഷിന്റെ കടയിലേക്ക് പോകും. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഭഗവതി ലോട്ടറിയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള ടിക്കറ്റുകളാണ്. അതായത് 800 ടിക്കറ്റുകൾ അദ്ദേഹം വാങ്ങിയിരുന്നു. അതിലൊരു ടിക്കറ്റാണ് ഇപ്പോൾ ഒന്നാം സമ്മാനത്തിന് അർഹമായിട്ടുള്ളത്. ഇനി അതിന്റെ സമ്മാനം ലഭിച്ച ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഈ ലതീഷിന് തന്നെ ഈ കഴിഞ്ഞ ഒരു മാസം മുൻപ് 1 കോടി രൂപയുടെ ഒരു ടിക്കറ്റ് ലതീഷ് വിറ്റ ടിക്കറ്റിന് ലഭിച്ചിരുന്നു. ഇപ്പോ ഈ 1.5 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ ടിക്കറ്റും അതും ഓണം ബമ്പറാണ് ലഭിച്ചിരിക്കുന്നത്. 25 കോടിയുടെ സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ ഈ ഭഗവതി ഏജൻസിയിൽ തന്നെ 2 സമ്മാനമുണ്ട്. 50 ലക്ഷത്തിന് ഒരു പ്രൈസും ഉണ്ട് ഇവിടെ നിന്ന് വിറ്റ ടിക്കറ്റുകൾക്കുണ്ട്. എന്തായാലും 800 ടിക്കറ്റിന് ഒരു പല തവണയായിട്ടാണ് അദ്ദേഹം 800 ടിക്കറ്റുകൾ വാങ്ങിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് മുൻപ് വിറ്റുപോയ ടിക്കറ്റാണ് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ആ ടിക്കറ്റുകൾക്ക്, അതായത്
നേരത്തെ തന്നെ ഡേറ്റ് നീട്ടി അവസാന നിമിഷം എടുത്ത ആളുകളല്ല. അതിനുശേഷം ആണ് അദ്ദേഹം പിന്നെ വീണ്ടും ഈ ടിക്കറ്റ് എടുക്കുന്ന, അതായത് ഈ 800 ടിക്കറ്റ് എന്നുള്ളത് പലതവണയായിട്ട് പല ഇതിൽ എടുത്തിട്ടുള്ളതാണ്. ആ ടിക്കറ്റുകൾക്ക് ഒന്ന് തന്നെ, അതായത് 27 മുൻപ് കിട്ടിയിട്ടുള്ള ടിക്കറ്റുകളിൽ ഒന്ന് തന്നെയാണ് പ്രൈസ് മണി അടിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഭാഗ്യശാലിയെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. നമുക്ക് ആ ഭാഗ്യശാലി അറിയത്തില്ലെങ്കിലും ലതീഷ് ഒരു ഭാഗ്യ ഏജന്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? തീർച്ചയായിട്ടും അറിയാം. കാരണം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, 1 കോടി രൂപയുടെ ഒരു പ്രൈസ് കഴിഞ്ഞ നേരത്തെ തന്നെ 1.5 മാസം മുൻപാണ് ലതീഷിന് ലഭിച്ചത്. ഇതിൽ തന്നെ 25 കോടിയിൽ ഏകദേശം ഏജന്റിന് ലഭിക്കുക 2.5 കോടി രൂപയാണ്. അതായത് 22 കോടീശ്വരന്മാരാണ് ഈ ഒരു ലോട്ടറി, ഈ ഓണം ബമ്പർ കൊണ്ടുണ്ടാവാൻ പോകുന്നത്. 1ാം സമ്മാനവും പിന്നെ ആദ്യത്തെ 1 കോടി രൂപ വീതമുള്ള 2ാം സമ്മാനം 20 പേർക്കുള്ള സമ്മാനം, പിന്നെ ഏജന്റുമാണ് ആ 22 കോടീശ്വരന്മാര് എന്ന് പറയുന്നത്. അതില് ഒരാളായി ആണ് ലതീഷ്. ലതീഷിന് തന്നെ നേരത്തെ ആരെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ ഭാഗ്യ ഏജന്റായി മാറുകയാണ്. അദ്ദേഹത്തിന്റെയും കൂടുതൽ ഭാഗ്യദേവത കടാക്ഷിക്കുന്നു എന്നുള്ള സയൻസ് ഒക്കെയാണല്ലോ ഇപ്പൊ കാണുന്നത്. എന്തായാലും ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ